ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോം ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും 1000 മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്തുമസ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ 1000 സന്തോഷങ്ങളുണ്ട്. ഓരോ കാത്തിരിപ്പും 1000 സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണങ്ങളാണ്. സൃഷ്ടാവ് സൃഷ്ടിയായ ഒരു മഹനീയ നിമിഷങ്ങളാണ് ക്രിസ്മസ്. പഴയ നിയമകാലങ്ങളിൽ ദൈവത്തെ നമ്മൾ ഒരു അപ്രാപ്യനായ വ്യക്തിയായി കാണുന്ന ഈ സാഹചര്യത്തിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം നമ്മിൽ ഒരുവനായി, ദൈവം നമ്മോടുകൂടെ എന്നും നമ്മിലൊരുവനായി വസിക്കുന്ന ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ജനത എന്നൊരു മഹാസ്വപ്നമാണ് നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സുന്ദര നിമിഷത്തിൽ ക്രിസ്മസിനെ പറ്റിയുള്ള ചില ചിന്താശകലങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഏറെ സ്നേഹത്തോടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ 1000 ക്രിസ്മസുകൾ, ഒത്തിരിയധികം ക്രിസ്മസുകളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന 1000 പുൽക്കൂടുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ക്രിസ്മസ് ട്രീകളൊക്കെയുണ്ട്. ഇതൊക്കെ ഉപരിതലത്തിലുള്ള ഒരു ആഘോഷങ്ങളുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാവമാണ്. എന്നാൽ ഇതിനപ്പുറമായി ദൈവം നമ്മളോടൊക്കെ എന്തോ പറയുന്നുണ്ട് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലെ ക്രിസ്മസിൽ. ഉണ്ണിയേശുവിൻ്റെ പിറവിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചരിത്രത്തെ കീറിമുറിച്ച ഒരു സംഭവമാണ്. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചകളുടെ നടുവിൽ ഭൂജാതനായ ഒരു നിമിഷമാണ്. ആദ്യമായി തന്നെ നമ്മൾ ഈ ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സംസ്കാരത്തിൽ, ഒരു പ്രത്യേക മനുഷ്യനായി യേശു ക്രിസ്തു ജനനം കൊണ്ടു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വളരെ പ്രത്യേകമായി ക്രിസ്മസിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. പിറവിയുടെ അനുഭവങ്ങൾ, മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ 15-16 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി, വളരെ ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ വിവാഹത്തിനായി കാത്തിരുന്ന പെൺകുട്ടിയുടെ അരികിലേക്കാണ് ഗബ്രിയേൽ ദൂതുമായി കടന്നു ചെല്ലുന്നത്. ദൂതുമായി ഗബ്രിയേൽ ദൂതൻ കടന്നു ചെന്നപ്പോൾ അവൾക്ക് ഒരു ധൈര്യമുണ്ടായിരുന്നു ചോദിക്കാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അവൾക്ക് എന്തുകൊണ്ടാണ് ധൈര്യം കിട്ടിയത്? കാരണം അന്നയും യോവാക്കീമും മറിയത്തെ അതുപോലെ ഒരുക്കി വളർത്തിക്കൊണ്ട് വന്നിരുന്നു. ദൈവഹിതത്തിന് മുൻപിൽ ദൈവത്തിനോടുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ വളർന്നു വരുവാനായി അവളെ ഒരുക്കി വളർത്തിക്കൊണ്ട് വന്നിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതനോട് മറിയം ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും. ഗബ്രിയേൽ ദൂതൻ ഒരു അടയാളം കൊടുത്തപ്പോൾ പൂർണ്ണമായി അത് മനസ്സിലായില്ല എങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അടിയറവ് പറയുവാനായി മറിയത്തെ അവളുടെ മാതാപിതാക്കൾ ഒരുക്കിയിരുന്നു. ഇന്നത്തെ ഈ ക്രിസ്മസ് ചിന്തയിൽ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെ നമ്മുടെയൊക്കെ കൂടെ വളരുന്നവർ, നമ്മുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ കൂടെ ഇടപെടുന്നവരിലൊക്കെ ദൈവഹിതത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുവാനായി ഒരു പരിപക്വമായ ഒരു ജീവിത രീതി വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മളൊക്കെ ഒരുങ്ങുന്നുണ്ടോ, അതോ നമ്മുടെ കൂടെ വസിക്കുന്നവരെ നമ്മളൊക്കെ ഒരുക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ വളരെ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു അവസരമാണ് ഈ ക്രിസ്മസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയം ഷീ വെൻറ്റ് ഇൻ ടു ഹേസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പ്രത്യേകം പറയുന്നത്. അതായത് അവൾ ദ്രുതഗതിയിൽ ഏലീശ ഗർഭിണിയായെന്ന വിവരം കേട്ടപ്പോൾ അവൾ ധൃതിയിൽ ഏലീശേനെ കാണുവാനായിട്ട് ഓടിപ്പോയി. ആ സാഹചര്യത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, പരിശുദ്ധ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാടുണ്ടായി. ഇന്നത്തെ പോലത്തെ വഴിയൊന്നുമല്ലല്ലോ. ഒരാഴ്ച കാലമെങ്കിലും പിടിച്ചിട്ടുണ്ടായിരിക്കും കഴുതയുടെയൊക്കെ പുറത്ത് കയറി. പക്ഷേ എത്രയും പെട്ടെന്ന് എലിസബത്തിൻ്റെ അടുത്തെത്തി, ഒരാഴ്ച പ്രായമുള്ള ഉണ്ണി യേശുവിനെയും കൊണ്ട് എലിസബത്തിൻ്റെ അടുത്തെത്തി. എലിസബത്തിനും ഭയങ്കര വണ്ടറായി, മറിയത്തിനും ഉണ്ണീശോയും ഒരാഴ്ച പ്രായമുള്ള ഉണ്ണീശോയും 6 മാസം പ്രായമുള്ള സ്നാപക യോഹന്നാനും കൂടി ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. അവരുടെ ആ കണ്ടുമുട്ടലിൽ 4 പേരുടെ ഒരു സംഗമമായിരുന്നു ആ കണ്ടുമുട്ടൽ. അതായത് ജീവൻ്റെ വില എന്ന് പറയുന്നത്
നമ്മൾ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജീവൻ ആരംഭിക്കുകയാണ്. ജീവൻ്റെ വില ഇന്നത്തെ ലോകത്തിൽ ജീവന് വില കൽപ്പിക്കാത്ത ഈ സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്മസ് നമ്മളെയൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ചിന്തിക്കുവാനായി നമ്മളെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. എന്തുമാത്രം വില ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം വില എൻ്റെ സഹജീവികളുടെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വില നൽകപ്പെടുന്ന ഒരു ജീവിതമാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ക്രിസ്മസിൻ്റെ ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾക്ക് കാണാം തിരുപ്പിറവിയെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ നമ്മളൊക്കെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ കാണാൻ മാലാഖമാർ വന്നു, ആട്ടിടയന്മാർ വന്നു. ഗ്ലോറിയ സ്തുതികളിലെ വളരെ സന്തോഷമുള്ള അവസരമാണ് നമുക്ക്. നമ്മൾ കേരളത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കൊക്കെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തണുപ്പിൻ്റെ തീവ്രത പലപ്പോഴും കുഞ്ഞുനാളുകളിലൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി പറയാം. അതുപോലെ പുറത്തുള്ളവർക്ക് കൂടുതലായിട്ട് അറിയാം. തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതികഠിനമായ തണുപ്പ്, അതിൽ എത്രയോ പതിമടങ്ങ് തണുപ്പിലായിരുന്നായിരിക്കാം അന്ന് ഉണ്ണീശോ പിറന്നത്. ആ ബെത്ലഹേമിലേക്കുള്ള ആ യാത്രയിൽ, ബെത്ലഹേമിലേക്ക് ആ കഷ്ടപ്പാടിൽ, യാത്രകളിൽ, അതൊക്കെ ഒരു ദൈവഹിതം അനുവർത്തിക്കുന്നതിനുള്ള ഒരു സന്തോഷമായിട്ടാണ് അവർ പോയത്. അത് സന്തോഷത്തിൻ്റെ അനുഭവം മാത്രമല്ല ആയിരുന്നില്ല, അത് ദുഃഖത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടും. പക്ഷേ ദൈവഹിതം അനുവർത്തിക്കുക എന്നതായിരുന്നു അവരുടെയൊക്കെ മുൻപിൽ ഉണ്ടായിരുന്ന യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും മുൻപിലുണ്ടായിരുന്ന ഒരു വഴി. പിന്നെ തിരുപ്പിറവിയെ പറ്റി ഓർക്കുമ്പോൾ ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആട്ടിടയന്മാരെ പറ്റി കേട്ടു, മാലാഖമാരെ പറ്റിയൊക്കെ കേട്ടു. പക്ഷേ പിക്ചറിലൊന്നും വരാത്ത ഒത്തിരി മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം. കാരണം അന്ന് നമ്മളെപ്പോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ. വിളക്ക് കാണിച്ചു കൊടുത്തവരുണ്ടായിരുന്നായിരിക്കാം. അവിടെയാണ് ഒരു കാലിത്തൊഴുത്തുന്നത്തെ ആൾക്കാരുണ്ടായിരുന്നായിരിക്കാം. അതുപോലെ എങ്ങനെ എന്ത് ചെയ്യും എന്ന ഒരു പക്ഷേ തീ കൂട്ടി ഉണ്ണീശോയ്ക്ക് ചൂട് പകർന്നു കൊടുത്തവരുണ്ടായിരുന്നു. ഇവരൊന്നും നമ്മുടെ ഒന്നും ചിത്രത്തിലേക്ക് വരുന്ന ആൾക്കാരല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോഴൊന്നും നമ്മളൊന്നും ഒരു ചിത്രത്തിലേക്ക് വരത്തില്ലായിരിക്കാം. പക്ഷേ ദൈവഹിതം എന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നമ്മിൽ കൂടി നിവർത്തിക്കുക തന്നെ. ഈ തരുണത്തിൽ ഞാനൊരു വളരെ പ്രത്യേകമായൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ കാര്യം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തിരുപ്പിറവിയെ പറ്റി ഓർത്തപ്പം, ധ്യാനിച്ചപ്പം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴൊക്കെ മനസ്സിലേക്ക് വളരെ പ്രത്യേകമായി വന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ നസ്രത്ത് സഹോദരികളുടെ സന്യാസ സഭ ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്. അപ്പം ഞങ്ങൾ അമ്മമാർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നു, അമ്മ മാസികയൊക്കെ നടത്തുന്നു. അങ്ങനെ നല്ല അമ്മമാരെ ഉണ്ടാക്കുക, നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുക എന്നാണ് ഞങ്ങളുടെ സഭയുടെ ലക്ഷ്യവും ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മുഖ്യ ഉദ്ദേശവും അതാണ്. അപ്പം ഞാനങ്ങനെ ഡൽഹിയിൽ പാലം ഇടവകയിൽ ഒരു അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എനിക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആസാമിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോയി അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി. ഓഗസ്റ്റ് 13 ആയിരുന്നു ക്ലാസ്. 2 ദിവസം മുമ്പ് ഞാൻ അവിടെ നിന്ന് ചെന്നു, അമ്മമാർക്ക് വേണ്ടി ക്ലാസ്സൊക്കെ എടുത്തു. അപ്പം ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഞാൻ അലഹബാദിന് ഓഗസ്റ്റ് 14 2017 ഓഗസ്റ്റ് 14 തിരിച്ച് ഞാൻ അലഹബാദിലേക്ക് തിരിച്ച് ട്രെയിൻ കയറും. അപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ സിസ്റ്റർ ആൻസിറ്റിയും ഞാനും ഉണ്ട്. ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ പ്രയാഗരാജ് എക്സ്പ്രസ്സിന് വേണ്ടി കാത്തിരുന്ന് ഇരിക്കുക. അപ്പം ഏകദേശം 9 മണി ആയപ്പോഴാണ്, രാത്രി 9 മണിക്കാണ് ട്രെയിൻ. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനോട് പറഞ്ഞു, നാളെ ഓഗസ്റ്റ് 15 കടവുള്ള ദിവസമാണ്, ഈ ട്രെയിൻ കൃത്യസമയത്ത് എത്തിയാൽ മതിയായിരുന്നു, അല്ലെ പള്ളിയിൽ പോകാൻ വരെ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നു. ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാൻ സിസ്റ്റർ ആദ്യം കയറിപ്പോയി, ഞാൻ പുറകെ കയറി വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സെയിം കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി ഒരു ഫാമിലി വന്നു. ഒരു ഹസ്ബൻഡും ഒരു വൈഫും രണ്ട് കൊച്ചു പിള്ളേരും, ഏകദേശം 2 വയസ്സ് കഷ്ടി കാണുമായിരിക്കും. അവർക്കൊരു വലിയൊരു ബാഗൊക്കെ ഉണ്ട്. ആദ്യം ആ കുട്ടിയുടെ ഭർത്താവ് ആ ബാഗൊക്കെ ആയി കയറിപ്പോയി. അപ്പം 2 കൊച്ചു കുട്ടികളെയും പിടിച്ച് ഈ പെൺകുട്ടി അവിടെ നിൽക്കുക. അപ്പം ഞാൻ ട്രെയിനിലോട്ട് കയറി, ഞാൻ തിരിഞ്ഞ് ഒരു കൊച്ചിനെ എടുത്ത് ട്രെയിനിലോട്ട് വെച്ചു, 2 പേരെ എടുത്തു. അപ്പം ഞാൻ ഈ പെൺകുട്ടി ഗർഭിണിയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ബാക്കി 2 കൊച്ചു പിള്ളേരും കൂടുതലുണ്ട്. എന്നിട്ട് ഞങ്ങൾ സാധാ പോലെ ട്രെയിനിൽ കയറി.
അന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒത്തിരി മടുത്തൊക്കെയായിരുന്നു. പക്ഷേ അന്ന് ഉറക്കം വന്നില്ല. അപ്പം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 1 കൊന്ത കഴിഞ്ഞു, 2 കൊന്ത കഴിഞ്ഞു, ഉറക്കമൊന്നും വന്നില്ല. അപ്പം ഞാൻ സിസ്റ്റർ ഞാനിങ്ങനെ വിചാരിച്ചു, സ്വർഗാരോഹണ തിരുനാളല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി ഞങ്ങളിങ്ങനെ കുറച്ച് എപ്പോഴോ കൊന്ത ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പം എങ്ങനെയോ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ വളരെ കുറേ സ്വരമൊക്കെ കേട്ടു. ആരൊക്കെ ഉറക്ക വർത്താനം പറയുന്നത് സ്വരമൊക്കെ കേട്ടു. അപ്പം ഞാൻ ഓർത്തു ഇതെന്നെ, മറ്റേ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പെട്ടെന്ന് അറിഞ്ഞു. എല്ലാവരും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്ന ബഹളമൊക്കെ കേട്ടു. അപ്പം പെട്ടെന്ന് ഞാൻ ആദ്യം ഓർത്ത്, ദൈവമേ എല്ലാം ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോവാണ്, എന്താണോ ഇതുപോലെ ബഹളം. അത് മനസ്സിൽ വിചാരിച്ച സമയം തന്നെ ഈ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ കയറി ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഓടി വന്ന് എൻ്റെ കാലെ പിടിച്ച് പറഞ്ഞു, മേഡം കുച്ചു കരുവന കുച്ചു ഹോഗയാ മേരാ പത്നിക്കു, എൻ്റെ വൈഫിന് എന്തോ സംഭവിച്ചു സിസ്റ്റർ, മേഡം എന്തെങ്കിലും ചെയ്യണമേ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് നമുക്ക് എന്താണാവോ സംഭവിച്ചതെന്നൊരു ആന്തലായിരുന്നു മനസ്സിൽ. പെട്ടെന്ന് ഞാൻ സിസ്റ്ററും ഞങ്ങൾ 2 പേരും എഴുന്നേറ്റു. അന്നേരം ഞങ്ങളുടെ ബാഗ് എവിടെയാണ്, ഞങ്ങളുടെ പേഴ്സ് എവിടെയാണ്, ഞങ്ങളെപ്പറ്റി ഞങ്ങൾ അങ്ങ് പെട്ടെന്ന് മറന്നുപോയി, ഓടി. അപ്പം അവിടെ നിന്നവർ പറഞ്ഞു സാബ് ഹോഗിയ. പെട്ടെന്ന് ഞാൻ ഓർത്തു ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവൾ മരിച്ചുപോയോ, അങ്ങനെ ഒരു വല്ലാത്തൊരു ആദ്യം ഞങ്ങളുടെ മനസ്സിലോ. പക്ഷേ ഒന്നും വിചാരിച്ചില്ല. ഓടി ചെന്ന് കഴിഞ്ഞപ്പം അവളുടെ പ്രസവം കഴിഞ്ഞ് അവൾ ബാത്റൂമിൻ്റെ സൈഡിൽ കൊച്ച് പ്ലാസൻ്റയോടുകൂടി ബ്ലഡ് മുഴുവൻ ബ്ലഡിൽ പ്ലാസൻ്റയോടുകൂടി കൊച്ച് അവിടെ കിടക്കുക. അപ്പം ഈ പെൺകുട്ടി ആ വാതിലെ പിടിച്ചുകൊണ്ട് പെൺകുട്ടി അവിടെ നിൽക്കുക. കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് പേടിയല്ല ഉണ്ടായേ, ആ കൊച്ച ബാത്റൂമിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഭയമല്ലായിരുന്നു, ഒരു അസ്വസ്ഥത. ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ എന്നൊരു. ഉടനെ ആ പെൺകുട്ടി എൻ്റെ മുഖത്തോട്ട് നോക്കി, ഞാൻ കൊച്ചിനെ നോക്കി. ഈ പെൺകൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവൾ വളരെ ദയനീയമായിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഒന്നും ഓർത്തില്ല. തിരിച്ചോടി വന്ന് എൻ്റെ ബാഗ് തുറന്ന് അവിടെ നിന്നൊരു തുണി എടുത്തു, ബാഗിൽ നിന്ന് ഞങ്ങളുടെ തന്നെ ഒരു തുണി എടുത്തുകൊണ്ട് ഓടി ചെന്ന് ബാത്റൂമിൽ കിടന്ന് ഈ കൊച്ചിനെ പെട്ടെന്ന് കോരിയെടുത്തു. ക്ലോത്തിൽ കൊച്ചിനെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തെ, ഈ കൊച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞാലേ കാൺപൂർ ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ കുട്ടിയുടെ ആംബ്ലിക്കൽ കോഡ് എങ്ങനെയും കട്ട് ചെയ്യണമല്ലോ. അപ്പം ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യണമെന്നൊരു സാധനം എൻ്റെ മനസ്സിൻ്റെ പുറകിൽ ഒരു അവ്യക്തമായ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. പണ്ട് 2004 ഞാൻ സൊറൈവിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു പക്കാ വില്ലേജ് ഏരിയയാണ്. അപ്പം അവിടെ സിസ്റ്റർ നാൻസി ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ നാൻസിന് അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സമയം. അപ്പോൾ സിസ്റ്റർ നാൻസിക്ക് ഡെലിവറി കേസ് എടുക്കാൻ നേരത്ത് എമർജൻസി ലാമ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സിസ്റ്റേഴ്സിന് ഇങ്ങനെ മാറി പോകുമായിരുന്നു. ഒരു ദിവസം ഞാൻ എമർജൻസി ലാമ്പ് ആദ്യമായിട്ട് ഡെലിവറി കാണാൻ വേണ്ടി എമർജൻസി ലാമ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ലാമ്പ് കാണിച്ചു കൊടുത്ത് ഡെലിവറി കൊച്ചിങ്ങനെ വന്ന് ഡെലിവറിയുടെ സമയം ആയപ്പോഴത്തേക്കും പേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് എമർജൻസി ലാമ്പ് താഴെ ചാടി പൊട്ടിപ്പോയി. അപ്പോഴത്തേക്കും പിന്നെ അത് ഭയങ്കര പിന്നെ അവർ തിരിയൊക്കെ കത്തിച്ച് അവരത് മാനേജ് ചെയ്തു. പിന്നെ ഞാൻ എമർജൻസി ലാമ്പ് കാണിക്കാൻ പോകണമെന്ന് പറയുമ്പോഴും സിസ്റ്റർ പറയാം, ജസ്മിനെ കൊണ്ടുപോകണ്ട, ബാക്കി ആരെങ്കിലും വന്നാൽ മതി എന്നും പറഞ്ഞ് സിസ്റ്റർ ഇങ്ങനെ പറയും. പക്ഷേ പിന്നെ ഒരു ദിവസം ധൈര്യമൊക്കെ സംഭരിച്ച് ലാമ്പുമായിട്ട് പോയി. അപ്പം അന്ന് ഡെലിവറി കഴിഞ്ഞ് ഈ ആംബ്ലിക്കൽ കോഡ് സിസ്റ്റർ കെട്ടണ സമയത്താണ് കൊച്ചിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ കുഴലിട്ടെല്ലാം വലിച്ച് ആ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം ആ ഒരു അവ്യക്തമായ ഒരു ഓർമ്മ എൻ്റെ ബാക്കപ്പ് മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കൊച്ചിനെ എടുത്ത പാടെ ഇത് കട്ട് ചെയ്യണം, അത് കെട്ടിയിട്ട് കട്ട് ചെയ്യണമെന്ന് ഒരു 12 വർഷം മുമ്പ് ഞാൻ ഒരേ ഒരു പ്രാവശ്യം കണ്ട ഒരു സംഭവമാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലത് തോന്നി. ഞാൻ ഓടിച്ചെന്നു. അപ്പം ഞങ്ങളുടെ വെയിലയിൽ കോട്ടൻ്റെ ഒരു വള്ളിയുണ്ട് ഞങ്ങൾക്ക് വെയിൽ കെട്ടാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് ഓടി വന്ന് ആദ്യം കത്രിക എടുത്തോണ്ട് അടുത്ത് ചെന്നപ്പോൾ ഇത് ഓർത്തു. തിരിച്ച് വന്നിട്ട് വെയിലിൽ നിന്ന് ഈ വള്ളി കട്ട് ചെയ്ത് ആംബ്ലിക്കൽ കോഡ് കെട്ടി അവിടെ ചെന്ന് കെട്ടി കഴിഞ്ഞിട്ട് ആംബ്ലിക്കൽ കോഡ് കണ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് നന്നായിട്ട് കരയാൻ തുടങ്ങി. ഉടനെ ഈ കൊച്ചിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി
കൊച്ചിൻ്റെ അപ്പൻ്റെ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി അവളെ അവിടെ ഇരുത്തി AC-യിൽ നിന്ന്, ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു, അപ്പം AC-യിൽ നിന്ന് അവർ വന്നിട്ട് അവർ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഇവളെ അവിടെ കിടത്തി. അപ്പം ഈ പെൺകുട്ടി സുനിത എന്ന അവളുടെ പേര്. അപ്പോൾ സുനിത ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ വയറ്റിൽ ഇനി ഒരു കൊച്ചും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് സിസ്റ്ററെ, എനിക്ക് ഇനി ഒരു കൊച്ചും കൂടെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ദൈവമേ, ഒരു കൊച്ചും കൂടെ വയറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവള് പറയുന്നു എൻ്റെ വയറിങ്ങനെ കംപ്രസ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ വയറ്റിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ സുനിത ഇങ്ങനെ പറയുക. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും? ഉടനെ ഞാൻ ഞങ്ങളുടെ നസ്രത്ത് ഹോസ്പിറ്റലിലെ മേട്രൺ സിസ്റ്ററിനെ രാത്രി 2:30-ക്ക് ഫോൺ വിളിച്ചു. ഒരൊറ്റ റിങ്ങും കൊണ്ട് സിസ്റ്റർ മോൻസി ഫോൺ എടുത്തു. അപ്പോൾ സിസ്റ്ററിനോട് ഈ സംഭവം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു, സിസ്റ്ററെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് അവൾ പറയുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, അവളെ സമാധാനത്തിൽ അവിടെ ഇരുത്തിയാൽ മതി, കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അത് ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇവർക്ക് തോന്നുന്ന ഒരു ഇതാണ്. മൂത്ത കുട്ടികൾ 2 ഇരട്ട പിള്ളേരായിരുന്നു. ഈ പെൺകുട്ടിയുടെ മൂത്ത പിള്ളേർ 2 ഇരട്ട പിള്ളേരായിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ട 2 പിള്ളേർ, 2 ഇരട്ട പിള്ളേർ. അപ്പം ഈ ഇരട്ട പിള്ളേരായതുകൊണ്ട് ഇവൾക്ക് തന്നെ ഒരു പേടി, ഒരു ഭയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവൾ പറഞ്ഞതായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവളെ നിങ്ങൾ അവിടെ കിടത്തിയാച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് സിസ്റ്റർ പറഞ്ഞു. ഉടനെ പിന്നെ ഞങ്ങൾ ഇവൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇവളെ അവിടെ കിടത്തി. അപ്പം അവിടെ ഇരുന്ന് അപ്പം ഞങ്ങളുടെ ആദ്യം ഈ സംഭവം ഇത്രയും ഡെലിവറി ആയി സംഭവിച്ചു എന്നൊക്കെ കേട്ട പാടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ TT-യോട് പറഞ്ഞു, ഡോക്ടറിനെ വിളിക്കുക, ട്രെയിനേ ഡോക്ടർ ഉണ്ടായിരിക്കുന്നു. ഒരു TT ഡോക്ടറിനെ വിളിക്കാൻ ഓടി. അപ്പം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഓടി വന്നു കഴിഞ്ഞപ്പം അവനൊരു മെഡിക്കൽ ഡോക്ടർ അല്ലായിരുന്നു, അവനൊരു PhD ഡോക്ടറായിരുന്നു. അവൻ ഉള്ള ജീവനും കൊണ്ട് അവൻ തിരിച്ചോടി. എന്നിട്ട് അവൻ പറഞ്ഞു, मैं नहीं आएगा तो मेरे को कुछ भी करने नहीं सकेगा, मैं नहीं आएगा. അപ്പം അപ്പോൾ ഏകദേശം ഞങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെ പോലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ദയവായിട്ട് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഡെലിവറി ഒക്കെ എടുത്ത് ഞങ്ങളത് കഴിഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് ഞങ്ങൾ 2 പേരും അവിടെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയി അന്നേരത്തേന് സമയം. എല്ലാവരും കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നിങ്ങൾ ഈസായി ലോകാണ്, നിങ്ങൾ സിസ്റ്റർമാരാണ്, ചർച്ചിലെ മേഡന്മാരാണ്, അതുകൊണ്ട് നിങ്ങളത് ചെയ്തത് കൊണ്ട് ഈ കൊച്ചും അമ്മയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആദ്യം ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പം ഞങ്ങളോട് വലിയ മൈൻഡൊന്നും ചെയ്യാതിരുന്നവരും എല്ലാവരും ഓടി പ്രത്യേകിച്ച് TT-മാർ, ഞാനൊരു പ്രത്യേക ഒരു TT-നെ ഓർക്കുക. ആ TT ഓടി വന്ന് വളരെ ഇതായിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കാരണം അമ്മയും കൊച്ചും ഒക്കെ രക്ഷപ്പെട്ടു, നിങ്ങൾ ഒത്തിരി സർവീസ് ചെയ്യുന്നവരല്ലേ, നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട്, നാട്, ഞങ്ങൾ 2 പേരും കേരളത്തിൽ നിന്ന് വന്നു, നോർത്തിൽ വർക്ക് ചെയ്യുന്നവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ TT-മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഈശോയുടെ ആൾക്കാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് മിണ്ടാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഈ ജനിച്ച കൊച്ച് ഓഗസ്റ്റ് 15-ാം തീയതി ജനിച്ചതുകൊണ്ട് റെയിൽവേ ഈ കൊച്ചിനെ ഏറ്റെടുത്തു. അവർ റെയിൽവേയുടെ സുനിത ബേബി കർണൻ എന്ന് പറഞ്ഞ് അവർ പേര് വിട്ടു ഈ കൊച്ചിന്. ഈ കൊച്ചിന് ഇനി ജീവിതകാലം മുഴുവൻ ട്രെയിൻ ടിക്കറ്റ്, അതുപോലെ റെയിൽവേയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഈ കൊച്ചിന് ട്രെയിനിൽ നിന്ന് ജനിച്ച കുട്ടി ആയതുകൊണ്ട് കൊടുത്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെയൊക്കെ ആയി. അത് ഞങ്ങൾ മടുത്ത് അവസാനം ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് സമയം കിടക്കാം, അലഹബാദ് എത്താൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കിടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഈ കൊച്ചിനെയും കൊണ്ട് വന്ന് എൻ്റെ കാലേ തൊട്ട് എന്നെ വിളിച്ചു, സിസ്റ്ററിനെ എന്നെ വിളിച്ച്, മേഡം മുഴുവൻ അലഹബാദ് പോകാൻ എഴുന്നേറ്റ് അലഹബാദ് എത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ച് ഒരു 500 രൂപ എടുത്തുകൊണ്ട് വന്ന് പതിയെ എൻ്റെ കയ്യിലോട്ട് അങ്ങ് വെച്ചു. കാരണം ഞങ്ങളെ ഒന്നും അവർക്കറിയില്ലല്ലോ. 500 രൂപ കൈ കൊണ്ടത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ ഈശായികളാണ്, ഞങ്ങളിങ്ങനെ സേവനം ചെയ്യാൻ ഞങ്ങളുടെ ജീവിതം മുഴുവൻ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, പൈസയ്ക്കൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ പൈസ മേടിച്ച് ഞാൻ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് ഈ കുഞ്ഞു കൊച്ചിൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞു കുരിശും വരച്ചു. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും, ആദ്യമായിട്ട് എൻ്റെ കൈ കൊണ്ടൊരു കൊച്ചിനെ ഈ ഭൂമിയിലേക്ക് വന്നൊരു കൊച്ചിനെ തൊട്ടത് വളരെ ഒരു ക്രിസ്മസിൻ്റെ ഒരു അനുഭവം, വളരെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും
എല്ലാവരും കുറേ ട്രെയിനിൻ്റെ മറ്റ് ആശുപത്രിയിൽ നിന്ന്, അലഹബാദ് ആശുപത്രിയിൽ നിന്നുള്ള റെയിൽവേ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, ഒത്തിരി ആൾക്കാരൊക്കെ വന്നു. എല്ലാവരും വന്നു. ഞങ്ങളാണ് ചെയ്തതെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളോട് ആരും ഒന്നും ചോദിച്ചില്ല. ഞങ്ങളും പതിയെ അവിടെ നിന്ന് അങ്ങ് പോയി. ഞങ്ങൾ അങ്ങ് അവരുടെ ഒരു പേര് മാത്രം അറിയാം. അവരുടെ ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആ നിമിഷങ്ങളിൽ ഞങ്ങൾ ആകെ ഒരു സംതൃപ്തരായിരുന്നു. അപ്പോൾ ഫോൺ നമ്പർ മേടിക്കണ കാര്യം അങ്ങനത്തെ ഒന്നും ഓർത്തില്ല. പക്ഷേ തിരിച്ച് ഞങ്ങൾ മഠത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പം സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചു, അവരുടെ ഫോൺ നമ്പർ മേടിക്കാൻ മേലായിരുന്നോ? എന്നാൽ ഈ കൊച്ചു വലുതായി കഴിയുമ്പോഴും കുറച്ച് കഴിയുമ്പോഴൊക്കെ ഒന്ന് വിളിച്ച്, നിങ്ങൾ ആദ്യമായിട്ട് നടന്നൊരു സംഭവമല്ലേ. അപ്പോഴാണ് ഓർത്തോ ഫോൺ നമ്പർ. അപ്പം അന്നേരം ആ പ്രത്യേക സാഹചര്യത്തിൽ ഫോൺ നമ്പർ മേടിക്കണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ റിലാക്സൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ടീച്ചിമാർ ഫോട്ടോ എടുത്തു. അപ്പം കൊച്ചിൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങളും 1-2 ഫോട്ടോസൊക്കെ മൊബൈലിൽ എടുത്തായിരുന്നു. അത് മാത്രം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്നും അറിയില്ല. അവരെ സുനിത എന്ന പേരറിയാം. അവർ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഹസ്ബൻഡിന് ഡൽഹിയിലായിരുന്നു ജോലി എന്നറിയാം. അലഹബാദിലേക്ക് 1 മാസം മുമ്പ് ഡെലിവറിക്ക് കൊണ്ടുവന്ന സമയത്താണ് സംഭവിച്ചത്. അതല്ലാതെ ആരാ എന്താ അവരുടെ നാടും വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പം ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഞാൻ ഇത് ഒരു ദിവസം ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞപ്പം ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ചിന്ത തമ്പുരാൻ മനസ്സിലേക്ക് തന്നു. അങ്ങനെ പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം അത് നിവർത്തിക്കും. അതിൻ്റെ അകത്ത് ഞാൻ സിസ്റ്റർ ജസ്മിനോ ഞങ്ങൾ സിസ്റ്റർ ആൻസിറ്റിയോ സിസ്റ്റർ ജസ്മിനോ ഒന്നും അതിൻ്റെ അകത്ത് ഞങ്ങളല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടത്തിച്ച ചില ദാസികൾ എന്ന ഒരു ലേബലിലായിരിക്കാം തമ്പുരാൻ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ആ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും ഓർക്കും 2 സിസ്റ്റർമാർ ചെയ്തു, അത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നൊരു അതിനൊരു പ്രസക്തിയില്ല എന്നൊരു വലിയൊരു സാധനം വന്നു. ഈ ക്രിസ്മസിൻ്റെ സാഹചര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പം പ്രാർത്ഥിക്കുമ്പം നമ്മൾ ജീവിക്കുമ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് അവിടുന്ന് വർത്തിക്കും. അതിൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ പേര് പറയണോ വേണോ വേണ്ടയോ അറിയണോ എന്നൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ നടത്തിത്തരും. അല്ലാതെ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല എന്നൊരു വലിയൊരു അനുഭവം, ഒരു വെളിച്ചം ഈ പ്രത്യേക അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായി. അതുപോലെ തമ്പുരാൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ ജീവിക്കുമ്പം ഏത് ബുദ്ധിമുട്ടിനെയും തരണം ചെയ്യാൻ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്വരം ഒത്തിരി ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ സമർപ്പിതരാണ്. ഞങ്ങൾ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ തക്ക സമയത്ത് ധൈര്യം തന്ന ദൈവം ഞങ്ങളെയൊക്കെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാ വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടിയും ഈ നാളുകൾ ഈ പ്രാർത്ഥിക്കുമ്പോഴും ധൈര്യപൂർവ്വം തമ്പുരാൻ്റെ സ്വരത്തിന് കാതോർക്കാനായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ക്രിസ്മസിനെ പറ്റി ഒരു ചെറിയ ചിന്ത കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ നമ്മൾ കൊണ്ടാടുന്ന ഈ നിമിഷങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്കും തോന്നിപ്പോവും ദൈവം കുഞ്ഞീശോ നഷ്ടപ്പെട്ടോ എന്ന് തോന്നിപ്പോവും. അതായത് ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പരിശുദ്ധ അമ്മയ്ക്ക്. ആ നഷ്ടപ്പെടേണ്ട സമയത്ത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും, വിഷമിക്കും, ചിലപ്പം ചില ദുഃഖങ്ങളൊക്കെ പക്ഷേ നഷ്ടപ്പെടലൊന്നും എന്നേക്കുമായുള്ള നഷ്ടപ്പെടലൊന്നുമല്ല. നഷ്ടപ്പെടൽ ഒരു കണ്ടെത്തുവാനായി നമുക്ക് വീണ്ടും കിട്ടാനുള്ള അതിൻ്റെ ഉള്ളൊരു മുന്നോടിയാണ്. ഒരു രാത്രിയില്ലെങ്കിൽ പകലിൻ്റെ സൗന്ദര്യം നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കി മുന്നേറുവാനൊക്കെ ഈ ക്രിസ്മസ് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. ഒരിക്കൽ കൂടി ഈ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം വസിക്കുന്ന ഇടങ്ങളെ കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു അനുഭവം, ഒരു അവസരം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.